ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ബെസ്റ്റ് എസ്സേസ് എങ്ങനെയാണ് എഴുതുന്നത് അതിനുള്ള ഒരു 7 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വീക്ക് റൈറ്റിംഗ്, എങ്ങനെയാണ് ബെസ്റ്റ് റൈറ്റിംഗ് എന്നുള്ളതും പറയുന്നുണ്ട്. വാട്ട് മേക്സ് എ ഡിഫറൻസ്, എന്താണ് വീക്ക് റൈറ്റിങ്ങും ബെസ്റ്റ് റൈറ്റിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളതാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടിപ്പ്, അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വീക്ക് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് ഓഫ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്കിൽ ചിലപ്പോൾ ഒരു തുടരും മൂവിയെക്കുറിച്ചായിരിക്കാം ടോപ്പിക്ക്. പക്ഷേ നമ്മൾ എഴുതി വരുമ്പോൾ മോഹൻലാലിനെ പറ്റി ആയിപ്പോകുന്നു. മനസ്സിലായോ? സോ നമ്മുടെ ടോപ്പിക് എന്താണ് എന്ന് നമ്മൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസർ എഴുതണം. ഓക്കെ, നമ്മൾ പലവരും ക്വസ്റ്റ്യൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. അതായത് ചോദ്യം ഇതായിരിക്കും, പക്ഷെ നമ്മൾ വേറെ ആയിപ്പോവും ആൻസർ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഓരോ പാർട്സും, ക്വസ്റ്റ്യൻ ഇപ്പോൾ രണ്ട് ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഓരോന്നും നമ്മൾ ആൻസർ ചെയ്തിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, അതിനുശേഷം സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ടിപ്പ്, പ്ലാൻ ബിഫോർ യു റൈറ്റ്. നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ 8 മാർക്സിൻ്റെ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ വായിക്കുന്നു, 8 മാർക്സിൻ്റെ എഴുതുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മളൊരു സ്ട്രക്ചർ ഇല്ലാതെ എഴുതുന്നതാണ് വീക്ക് റൈറ്റിംഗ്. ഒന്നും പ്ലാൻ ചെയ്യേണ്ട. എന്നാൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ പോലെ നമ്മളൊന്ന് റെഡിയാക്കണം. നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് ഇതെന്താണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ടോപ്പിക് എന്ന് വിചാരിക്കുക. സോ ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു ബോഡി പാർട്ട്, എന്നിട്ട് കൺക്ലൂഷനിൽ നമ്മൾ ആദ്യം എഴുതിയേക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ എഴുതി കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും ഒരൊറ്റ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഓർഡറിലൊന്നും ആയിരിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്ലാൻ ചെയ്യുക. റൈറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ പ്ലാൻ ചെയ്യണം. നിങ്ങൾ വിചാരിച്ച് നോക്കിയേ, ഒരു ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റിൽ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ബോഡിയായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ കൺക്ലൂഷനിലും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. അതേപോലെ തന്നെയാണ് ആൻസർ റീഡ് ചെയ്യുന്ന ആൾക്കും ഓർഡറിൽ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതിയാലാണ് മനസ്സിലാവുള്ളൂ. സിമ്പിൾ ലോജിക്. തേർഡ് ടിപ്പ്, ലാംഗ്വേജ് ആൻഡ് ക്ലാരിറ്റി. നമ്മൾ ഇപ്പോൾ ഒരു എസ്സേ എഴുതുമ്പോൾ ജാർഗൺസ്, അതായത് ഭയങ്കര ടഫായിട്ടുള്ള ഡിക്ഷണറി നോക്കിയിട്ട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന വാക്കുകൾ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അതിനൊന്നും നേരം ഉണ്ടാവില്ല, അവർക്കതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോങ് കൺഫ്യൂസിങ് സെൻറ്റൻസസ് എല്ലാം ഒഴിവാക്കി സിമ്പിൾ പവർഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസും വാക്കുകളും ഉപയോഗിച്ച് നല്ല ക്ലിയർ ലാംഗ്വേജിൽ എഴുതി നോക്കിയേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ടഫ് വേർഡ്സ് എഴുതിയാൽ മാത്രമേ മാർക്സ് കിട്ടുള്ളൂ, സിമ്പിൾ വേർഡ്സ് എഴുതിയാൽ മാർക്സ് കിട്ടില്ല എന്ന്? എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സിമ്പിൾ സെൻറ്റൻസസ് ഉപയോഗിച്ച് എഴുതിയാലും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം, എവിഡൻസ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ ഇപ്പോൾ വുമൺ അല്ലെങ്കിൽ ഇപ്പോൾ വിമൻ എംപവർമെൻറ്റ് എന്ന് എടുക്കുക. വുമൺ എംപവർമെൻറ്റ് അല്ല, വിമൻ എംപവർമെൻറ്റ്, മീനിങ് ഒരുപാട് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ വിമൻ, ഒരാളാണെങ്കിൽ വുമൺ. അപ്പോൾ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ നമ്മൾക്ക് വിമൻ കുറച്ച് മേജർ ഇമ്പോർട്ടൻറ്റ് റോൾസ് പ്ലേ ചെയ്ത വിമനെ കുറിച്ച് അതിൽ എക്സാമ്പിൾസ് കൊടുത്ത് എഴുതാം. ഓക്കെ, അതല്ലാതെ ചുമ്മാ വിമൻ എംപവർമെൻറ്റ് എന്ന് മാത്രം ഇട്ട് എഴുതാം. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ മെയിൻ റോൾ പ്ലേ ചെയ്ത കേണൽ സോഫിയ ഖുറേഷി മാമിനെ കുറിച്ച് എഴുതുമ്പോൾ അത് ഭയങ്കര പവർഫുൾ ആവാണ് ആ ഒരു എസ്സേ. കാരണം 2025 ഈ അടുത്ത് നടന്ന വലിയൊരു ഇൻസിഡൻറ്റിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ റോൾ പ്ലേ ചെയ്ത ഒരു മാമാണ് അല്ലേ? അപ്പോൾ ഒരു സോൾജിയറാണ്. അപ്പോൾ മാമിൻ്റെ പേര് എഴുതിയിട്ടാണ് നിങ്ങൾ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടാണ് ആൻസർ എഴുതുന്നത് എങ്കിൽ കുറച്ചുകൂടി വായിക്കുന്ന ആൾക്ക് ഈ കുട്ടി അപ്ഡേറ്റഡ് ആണ്, ഈ കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം, നോളജ് ഉണ്ട് എന്നുള്ള ഐഡിയാസ് കിട്ടും. എന്നാൽ ഒരു പ്രൂഫും ഒരു എക്സാമ്പിൾസും കൊടുക്കാതെ ചുമ്മാ കാര്യങ്ങൾ എഴുതി പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാർക്സ് നിങ്ങൾക്ക് കിട്ടണം എന്ന് ഇല്ല. സോ
നിങ്ങൾ നല്ല ആർഗ്യുമെൻറ്റ്സ്, നല്ല ഫാക്ട്സ്, എക്സാമ്പിൾസ്, ലോജിക്കൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് എഴുതാം. നെക്സ്റ്റ് ടിപ്പ്, സ്റ്റേയിങ് ഓൺ ടോപ്പിക്. ചിലവർ എഴുതി വരുമ്പോൾ ട്രാക്കിൽ നിന്ന് മാറി വേറെ വഴി പോവും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുടരും മൂവിയുടെ കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ എഴുതി വന്ന് ലാലേട്ടൻ, ശോഭന മാം ഇവരുടെ കാര്യങ്ങളെല്ലാം എഴുതിപ്പോവും. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മാർക്സ് കുറയ്ക്കും. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ റാൻഡം ഐഡിയാസ് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, എസ്സേ അല്ലേ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി വയ്ക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. ബെസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പാരഗ്രാഫും പോട്ടെ, ഓരോ സെൻറ്റൻസും നമ്മളുടെ ടോപ്പിക്കിന് മാച്ചായി തന്നെ എഴുതണം. നമ്മുടെ ചോദ്യത്തിന് വേണ്ടാത്ത സെൻറ്റൻസസ് എഴുതി കഴിഞ്ഞാൽ മാർക്സ് ഇട്ട് തരാനായിട്ട് ഒരു ചാൻസും ഇല്ല. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യന് മാച്ചായിട്ട് ഉള്ള രീതിയിലാണ് നിങ്ങളുടെ ഓരോ സെൻറ്റൻസിനെയും നിങ്ങൾ എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് മാർക്സ് തന്നെ കിട്ടും. ദെൻ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിങ്. അതായത് നമ്മൾ എഴുതിയതിന് ശേഷം ആ ഫുൾ ഡ്രാഫ്റ്റ് ഒന്ന് വായിച്ചു പോലും നോക്കാതെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്സ് കുറയ്ക്കും. എന്നാൽ എഴുതിയതിന് ശേഷം ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടോ എഴുതിയതിന്, ആ ഒരു ഓർഡറിൽ ആണോ ആൻസേഴ്സ്, ആ ഒരു എസ്സേ പോയേക്കുന്നത്, ആ ഫ്ലോ കിട്ടുന്നുണ്ടോ വായിച്ചു നോക്കുമ്പോൾ, അതൊക്കെ നിങ്ങൾ ഒന്നുകൂടി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എന്നാൽ ആരും തന്നെ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ എസ്സേ എക്സാം എഴുതുമ്പോൾ മാത്രം എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ല മാർക്സ് കിട്ടുമെന്ന്? തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണത്. എക്സാമിന് മാത്രം എഴുതുന്ന കുട്ടിക്കല്ല, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പല സ്റ്റൈലിൽ അവർ എഴുതി നോക്കിയിട്ട് എക്സാമിൽ വേറെ, അതായത് എക്സാമിൽ ഈ പ്രാക്ടീസിൻ്റെ ബേസിൽ എഴുതുന്നവർക്ക് നല്ല മാർക്സ് കിട്ടും. ആദ്യമായിട്ട് ഞാൻ 8 മാർക്സിൻ്റെ എസ്സേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണ് എഴുതുന്നതെങ്കിൽ എനിക്കതിന് 8 മാർക്സ് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാൽ ഞാൻ വീട്ടിലിരുന്ന് പല തവണ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരാം എന്നുള്ള രീതിയിൽ പലതവണ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എസ്സേ എഴുതുന്നത് എങ്കിൽ ഷുവറാണ് നിങ്ങൾക്കതിനനുസരിച്ച് നല്ല മാർക്സ് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫേവറേറ്റ് ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിന്, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എപ്പോഴും ഓർക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്ത് ബെസ്റ്റ് എസ്സേ ആയിട്ട് മാറ്റാം നിങ്ങളുടെ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.